പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ? കണ്ടിട്ട് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്, എന്നാൽ ഒറിജിനൽ ആണ്. വെള്ളയുടെ ഒരു വെള്ളയോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. വെള്ളം അതിന് കാണാൻ നല്ല ഭംഗി. ചാച്ചിക്കുട്ടിന്നാണ് ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് പെൻഷൻ ആകുന്നത് എരമല്ലിക്കര PHC. എരമല്ലിക്കര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജെയിൻസ് ഓൺ ഡയറീസ് സ്വപ്ന സഞ്ചാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചക്കച്ചമ്പാക്ക, ആലപ്പുഴ ജില്ലയിലെ ചക്കച്ചമ്പാക്ക എന്ന സ്ഥലത്തെ ചാച്ചിക്കുട്ടി ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പൊ നമ്മുടെ ചാച്ചിക്കുട്ടി ചേച്ചി ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർമെന്റ് ലൈഫ് ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയുടെ കുറേ അധികം ചെടികളുടെ കളക്ഷൻ, നമ്മുടെ ഈ ഒരു വീടിന്റെ ഭംഗി, ഒരുപാട് ചെടികൾ, അത് പേര് സഹിതം ചേച്ചി നമുക്ക് പരിചയപ്പെടുത്തി തരും. പേര് മാത്രമല്ല കേട്ടോ, അതിന്റെ പ്രൊപ്പഗേഷൻ, വാട്ടറിങ്, അതുപോലെ തന്നെ അതിന്റെ കെയറിങ്, എല്ലാത്തിനെ കുറിച്ചും ചേച്ചി നമുക്ക് ഷെയർ ചെയ്തു തരും. ഇത് ബട്ടർ റോസ് ഒത്തിരി നിറയെ ഉണ്ടായിരുന്നു. ഇപ്പം മഴ വന്ന് വളമെല്ലാം ഒലിച്ചു പോയി കഴിഞ്ഞ ഇതാ നമ്മുടെ ക്യാഷ് ഫ്ലോ കണ്ടായിരുന്നു. മഞ്ഞപ്പൂ കണ്ടായിരുന്നു. ഇതിങ്ങനെ പന്തല് പോലെ പടർത്തി വിട്ടാല് ഇതിന്റെ ഇതുകൊണ്ട് ഇത് കടന്ന് അങ്ങ് കയറിക്കോളും. പക്ഷെ ഈ സ്റ്റാൻഡ് ഞാൻ പണിയിച്ചെടുത്തതാ. ഇത് ആ ഒരു മഞ്ഞപ്പൂ കണ്ടോ, അത് വരുന്നതേ ഉള്ളൂ. ഒരു തണ്ട് തൈ തണ്ട് വെച്ചാൽ കിളിക്കും. ഒരു മൂത്ത തണ്ട് എനിക്ക് കിട്ടി, കിളിപ്പിച്ചെടുത്തു. ഇത് നമ്മുടെ മെക്സിക്കൻ ക്രീപ്പർ എന്ന് പറയും. വൈൻ എന്തുവായാലും പറയുന്നത് ഓറൽ വൈൻ എന്നാണ് അതിന്റെ പേര്. പക്ഷെ ഇത് നിറയെ ഇങ്ങനെ കൊലയായിട്ടുണ്ട്. തേനീച്ചകളെ ആകർഷിക്കും. ഇഷ്ടം പോലെ തേനീച്ച വരും. ഇതിന്റെ റോസ് പിങ്ക് ഉണ്ട്, പക്ഷെ എനിക്ക് വെയിറ്റേ കിട്ടുക. ഇത് നമ്മുടെ വൈറ്റ് റോസ്, നമ്മുടെ ക്രീപ്പിംഗ് റോസ്, പിന്നെ റെഡ് ആണല്ലേ. ഒരു സെറ്റ് പൂ ആയായിരുന്നു, പിന്നിപ്പോ ആയി വരുന്നതേ ഉള്ളൂ. എല്ലാത്തിലും ഇങ്ങനെ 4 സ്റ്റാൻഡ് ഉണ്ട്. അപ്പൊ പിന്നെ ഉള്ളത് നമ്മുടെ ഇതല്ലേ ഗോൾഡൻ സൈപ്രസ്. സംഭവം എനിക്കിങ്ങനെ എപ്പോഴും നമ്മൾ ഇതൊന്നും ചെയ്യണ്ടല്ലോ. അപ്പൊ ഇവിടെ വെള്ളമാ പ്രശ്നം, വെള്ളം കയറും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ കൊക്കിയിട്ട് നമ്മളൊരു ലോൺ ഉണ്ടാക്കിയത്. ആ പുല്ലും ഞാൻ 6 മാസം കുറെ ആകുമ്പം വെട്ടു. ഈ ഗാർഡനൊക്കെ ആരുടെ ചേച്ചിക്ക് ഇപ്പൊ സമയമുണ്ടല്ലോ. ഞാൻ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുക. ഇങ്ങനെ ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് 19 പെൻഷനായി. ഞാൻ 2 കൊല്ലം കൊണ്ടുള്ള ചെടികളും നിത്യവും വൃത്തിയാക്കലും ഒക്കെ. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് മറ്റേ ഇതാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, വെയിലടിച്ചിട്ടും പ്രശ്നമില്ല. കുറെ ആവുമ്പം പോവെന്ന് പറയുന്നു. പോട്ടെ, പോകുമ്പം പോട്ടെ. പതിനെട്ടിലെ അല്ല, അത് കഴിഞ്ഞിട്ടോ 20-ല് ആണോ? പിന്നെ ഞാൻ ചട്ടി അന്നേരം ഇതില്ലായിരുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെ മണ്ണിറക്കി ഫില്ല് ചെയ്ത്. ഇന്നിപ്പോ നാളെ നമുക്ക് വീട് ഇച്ചിരി പൊക്കണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പോഴല്ല, ഭാവിയില്. അപ്പൊ പൊക്കേണ്ടി വന്നാൽ ഈ സ്റ്റോൺ ആകുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് മിക്കം ഇതുപോലെ ലെവലാക്കാം. അപ്പോഴിത് അതിന് അങ്ങനെ ഒരു ഐഡിയ ഇത് ചെയ്യും. പിന്നെ വെള്ളം വരുവാണ്, ചട്ടി വെള്ളം പൊക്കി വെക്കാം. ചട്ടിയൊക്കെ വാങ്ങുന്നതാണോ? ചട്ടി വാങ്ങണം, ഉണ്ടാക്കാനല്ല. ചട്ടിയൊക്കെ അതിന്റെ അനുസരിച്ചുള്ള ചട്ടി വാങ്ങണം. ഇതൊക്കെ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി പ്ലാസ്റ്റിക് ചട്ടി മേടിച്ച് അകത്ത് ഇറക്കി വെക്കുക. എല്ലാം 2 ചട്ടിയിലായിട്ട് അതൊരു ഷോ. ആയിരുന്നു എന്റെ ഫേവറേറ്റ്. മോള് പറയും മമ്മി ഏറ്റവും ഫേവറേറ്റ് നമ്മുടെ ആ പച്ചപ്പ്. ഇച്ചിരി ഹാങ് ചെയ്താ മേളിൽ നിന്നെല്ലാം കൂടെ അടന്നു താഴോട്ട് പോയി. ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആദ്യത്തേതുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ എടുത്തു കളയുമ്പോ നമുക്ക് പുതിയത് കിളുത്ത് വരും. ഇത് അങ്ങനെ
മറ്റേ കലീസിയ, പക്ഷെ ഇതിന്റെ വേറെ ടൈപ്പ്. ഇതിന് നല്ല വേരുന്നു. ഇപ്പൊ അങ്ങ് അഴുക്കായി. ഞാനത് പക്ഷെ ബോൾ പോലെ ഇട്ടേക്ക്, ഇതുപോലെ ഇട്ടേക്കുക. ബോള് പോലെ കടന്നതായിരുന്നു. ഞാൻ കുറച്ച് ഈയിടെ ഒരു ശ്രദ്ധയൊക്കെ വിട്ടുപോയി ചെറിയത്തെ കാര്യം. ഇതിന്റെ ഫ്ലവർ നല്ലതാണ്. ഇതിപ്പോ ഒരു ഫ്ലവർ വന്നാൽ നിറയായിരുന്നു. ഇപ്പൊ രണ്ടാമത് വന്നപ്പോ അത്രയും വന്നില്ല. ഇതിന്റെ ഇലയൊക്കെ ഭയങ്കര നല്ല ഈ ഒരു വെൽവെറ്റ് പോലെ. അതെ. എപ്പോഴാ ഇതിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്? ഞാനിപ്പം ഈ മഞ്ഞ ആയപ്പോ തൊട്ട് രാവിലെ കൊടുക്കുക. പിന്നെ മഴക്കാലത്ത് വെള്ളം കൊടുത്താലും അങ്ങ് അളിഞ്ഞു പോകും. അങ്ങനെ ഒത്തിരി എന്റെ ചെടി പോയി. ഇപ്പൊ പിന്നെ ഞാൻ രാവിലെ കൊടുക്കും. ഇപ്പൊ ഒന്നിരാടം കൊടുത്താൽ ഇതിനൊക്കെ ഇതിനെല്ലാം ഒന്നിരാടം കൊടുക്കും. പിന്നെ നനവ് നോക്കും. ഇതൊക്കെ ഇപ്പൊ നല്ല നനവാണ് കേട്ടോ. നനവ് നോക്കിയിട്ട് ഈ ബിഗോണിയായിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മണ്ണ് ചേച്ചി വാങ്ങിക്കുമോ? അത് എങ്ങനെ ഇതിനകത്ത് മണ്ണ് ഇവിടെ ഞങ്ങൾ ഇറക്കുന്നുണ്ട് പറമ്പ് പൊക്കാനായിട്ട്. അപ്പൊ അതിൽ നല്ല രസമല്ലേ മണ്ണ്? ആ മണ്ണ് എടുത്തിട്ട് നമ്മൾ മണൽ മിക്സ് ചെയ്യും. നല്ലത് മണൽ ചേരുന്നു. ഇല്ല കാർപ്പൊടി ചേർക്കാം. പക്ഷെ കാർപ്പൊടി ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? കഴുകും. കാർപ്പൊടി ചേർത്താ കുഴപ്പമില്ല. കാർപ്പൊടി എംസാൻഡ് ഇല്ലേ, അത് നമ്മൾ കഴുകി അതിനകത്ത് ആ സിമെന്റ് പോലുള്ള. നമ്മുടെ വീട്ടിൽ ഒത്തിരി പഞ്ചസാര കിടപ്പുണ്ട്. ചെയ്യണമെന്നറിയാവോ? അത് നമ്മൾ കഴുകണം. കഴുകി അതിനകത്ത് തരിയല്ല ചെറുതെല്ലാം അങ്ങ് പോയി കഴിഞ്ഞ് നമ്മുടെ അരിപ്പയ്ക്ക് ഈ കിഴുത്തപാത്രമൊക്കെ ഇല്ല, അതിനകത്ത് വെച്ച് അരിച്ചെടുക്കാമെങ്കിൽ മണല് പോലത്തെ തരി കിട്ടും. ആ തരി ഇതിലൂടെ ചേർക്കാം. അങ്ങനെ ചേർക്കാം. ഒരുപാട് കിടക്കുന്ന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ തരി, പിന്നെ ചാണകപ്പൊടിയും, പിന്നെ ചകിരിച്ചോറും, പിന്നെ നമ്മുടെ വേപ്പും പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി. ആ പോട്ടിംഗ് മിക്സ് അതാ ഏറ്റവും നല്ലത്. എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ ചേർത്തുള്ള ഇത് വെക്കാമെങ്കിൽ നമുക്ക് ഈ മണലും ഉണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കത്തില്ല. ഇറങ്ങുകയും ചെയ്യും. ഇനിയിപ്പോ ഈ പെർലൈറ്റ് ഒക്കെ ഉണ്ട്, എന്നാലും എനിക്ക് അത്രയും അങ്ങോട്ട് ആ പഴയ വോട്ടിംഗ് മിക്സാ നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മാസം 2 മാസമൊക്കെ ഇച്ചിരി എല്ലുപൊടിയും ഇച്ചിരി ചാണകപ്പൊടിയും പിന്നെ മണ്ണും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കുന്ന അനുസരിച്ച് അതങ്ങ് ചോർന്ന് പോകും. ഇതിന് പിന്നെ ചകിരിയും ഇപ്പം മണ്ണിനകത്ത് ഇരിക്കുന്നത് മണ്ണ് ഇച്ചിരി ഉണ്ട്, എന്നാലും കരിക്കട്ടയും കൊണ്ട് പീസും. പിന്നെ എത്ര നാള് വേണേലും നിന്നോളൂ. എത്ര നാള് വേണേലും. ഇതിപ്പോ ഒരു 3 മാസം അങ്ങനെ ഇത് വന്നിട്ട് ഒന്നേ വരുന്നുള്ളൂ. അതാണ് ഒന്ന് പോകാറാകുമ്പോഴേ ഇനി അടുത്ത വരത്തുള്ളൂ. 2-3 ഇത് വലുതാ. മറ്റേ മിനിയേച്ചറിനാണ് ഒത്തിരി തൈ പൂക്കള് കുറയുന്നു, തൈ ഒരുപാട് പൊട്ടും. അതാണ് ഇതിന്റെ കാര്യം. ഇത് സിങ്കോണിയല്ലേ? ഇത് നമ്മുടെ സിങ്കോണി. എനിക്ക് അതേ ഉള്ളൂ. 3 എണ്ണം ഉണ്ട്. അതൊരു സിങ്കോണി. ആ ടൈപ്പേ ഉള്ളൂ. ഇതില്ല. ഇത് വള്ളി പോലെ 2 കളറുണ്ട്. ഇത് 2 നല്ല ബിസിയായിട്ടാ നിൽക്കുന്നത്. അതിന് വള്ളി വീശുന്നത് ചേച്ചി മുറിച്ചു കൊടുക്കുവോ? ഞാനൊന്നും കൊടുത്തില്ല. ചുടിക്കയറ് കെട്ടി ഒരു സ്റ്റാൻഡ് കൊടുക്കാമെന്നുകൊണ്ടിരിക്കുക. അപ്പം പുഷായിട്ട് ഇങ്ങനെ നിന്ന്. പിന്നെ നമ്മുടെ ഇത് ബിഗോണിയ. ഇത് പക്ഷെ നല്ലതായിട്ടോ. ഡംകെയിൻ അല്ലേ? ഡംകെയിൻ ആണ്. എന്നാൽ ഒരു ബുഷ് എന്താണ്ട് പേര് എനിക്കറിയത്തില്ല. ഡംകെയിനെന്നും പറയും. ഇത് പക്ഷെ എനിക്ക് 2 ടൈപ്പ് ഉണ്ട്. വേറൊരു ടൈപ്പ് ഉണ്ട്. നല്ല ഇതിന് വിലയാണ് ആണല്ലേ. ഇത് ഞാൻ 400 രൂപ കൊണ്ട് തൈ വാങ്ങിച്ചത്. പക്ഷെ ഇത് ഇൻഡോറാ, വെളിയിൽ വെക്കത്തില്ല. ഇൻഡോർ ആയപ്പം ഇവിടെ ഇൻഡോർ പോലെ ഉണ്ട്. ഞാൻ അകത്തായിരുന്നു വെച്ചിരുന്നത്. ഇവിടെ ഈ മൂലയൊന്ന് കവർ ചെയ്യാൻ എടുത്ത് ഞാൻ എന്തായാലും ഇത് വെളിയിൽ വെച്ച് വളർന്നോട്ടെന്ന് പൊങ്ങിപ്പോയായിരുന്നു. അപ്പൊ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടെ വെച്ചാൽ കട്ട് ചെയ്ത് നട്ടു. എന്നിട്ട് ആ കെയിൻ എടുത്ത് 3 പീസാക്കി അകത്ത് കണ്ടാൽ നിൽക്കും. അത് അപ്പൊ ഇത് നമുക്ക് അങ്ങനെ മുറിച്ച് നട്ടെടുക്കാം. അപ്പൊ ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചപ്പോ കണ്ടോ അങ്ങനെ പോയതായിരുന്നു. ഷെയ്ഡായി അങ്ങ് പോയി. ഇപ്പൊ അകത്ത് വെച്ചപ്പോ നല്ല ചെടിയാണ്. സ്പൈഡർ പ്ലാന്റ് അല്ലേ? അത് സ്പൈഡർ പ്ലാന്റ്. ഇതിന്റെ പേര് ഇത് ഇതാ സ്പൈഡർ പോലെ വരുന്നത്. ഇതെല്ലാം ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് വെച്ചിട്ട് അവിടെ ഇരുന്നെടുത്ത് ഇച്ചിരി വെയിൽ കിട്ടാൻ പുറത്തോട്ട് വെച്ചു. ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി.
ഇത് കലാത്തിയായും അല്ല വേറൊരു പേരാ. ഇതിൽ ഈ ഇതാണ് ഈ ഇതാണ് വെരിഗേറ്റഡ് പോലെ. ഇതിന്റെ പേര് ഞാൻ വിട്ടുപോയി, പേരെനിക്ക് അറിയാറുണ്ട്. ഇത് അഗ്ലോണിയം. ഇത് നല്ലതാണ്, ഒത്തിരി തിക്കായിട്ട് വളരും, നാടനാണ്. ഒത്തിരി തൈ എനിക്കുണ്ട് ഇതിന്റെ. ഇത് സിങ്കോണിയം. ഇത് നമ്മുടെ മിൽക്കി ബാമ്പു. മിൽക്കി ബാമ്പു അല്ലേ? മിൽക്കി ബാമ്പു. പൊക്കം വെക്കുമോ ഇത്? പൊക്കം വെക്കും. ഇപ്പം കുഞ്ഞതാ മേടിച്ച് വെച്ചതേ ഉള്ളൂ. ഇത് മോൺസ്റ്റേറ പ്ലാന്റ് ആണ്. ഞാൻ അങ്ങോട്ട് വെച്ച് ആയി വരുന്നതേ ഉള്ളൂ. പ്ലാസ്റ്റിക്. ഇത് പ്ലാസ്റ്റിക്കിലാണോ ഒറിജിനലാണോ? കണ്ടിട്ട് പ്ലാസ്റ്റിക് പോലെ ഉണ്ട്, എന്നാൽ ഒറിജിനലാണ്. പ്ലാസ്റ്റിക് പേരെനിക്കറിയത്തില്ല, പേരില്ല, പേര് തന്ന ആളിനും അറിയത്തില്ല. ഇതില് ഫ്ലവർ ഉണ്ടാവോ? ഇല്ലില്ല. ഇതിങ്ങനെ നമുക്ക് ഇൻഡോർ വെക്കുമ്പോൾ നല്ല എടുക്കാം. ലൈറ്റിന്റെ കൂടെ നല്ല ഗ്രീൻ അല്ലേ, ഡാർക്ക് ഗ്രീൻ ഉണ്ട്. പാർലർ ഫാം ഇതൊക്കെ ഈ പച്ചപ്പിനെ ഇഷ്ടമാണ്. ഇത് പെബിൾസ് എങ്ങനെ മേടിച്ചെടുക്കുന്ന? പെബിൾസ് ഞാനിവിടെ വേറെ വാങ്ങിച്ചപ്പം അതിൽ നിന്നൊരു ഒത്തിരി പെബിൾസ് ഇടുന്നതും ശരിയല്ല, ഓക്സിജൻ കിട്ടത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ അതെടുത്ത് കുറയ്ക്ക് ഒരു ഇതായിട്ട് മണ്ണ് ഇളകി പോയത്. പിന്നെ ഇത് നമ്മുടെ മാർബിൾ ഫോട്ടോസ്. ഇത് നമ്മുടെ മാർബിൾ ഫോട്ടോസ് ഞാൻ പറയുന്നു. ഇത് നമ്മുടെ സിങ്കോണിയം ചെറുത്. പിന്നെ എല്ലാം ഒരു പച്ച കോമ്പിനേഷനാണ്. ഇത് നമ്മുടെ പെടലാമസ്. അറിയത്തില്ല. ഇത് ഫാമിലി അല്ലേ? ആണോ? പക്ഷെ വെള്ളം ഒട്ടും വേണ്ട, വല്ലപ്പോഴും ഇച്ചിരി വെള്ളം ഒഴിച്ചാണ്. വെള്ളം ഒഴിച്ചാൽ ഇതെല്ലാം പോകും. അതുകൊണ്ട് വെള്ളം ഒഴിക്കാത്ത ഒരു വിഞ്ഞായിട്ട് ഇതിനെയൊക്കെ മാറ്റി ഇടാനും പറ്റത്തുള്ളൂ നമുക്ക്. പിന്നെ ഇതിനെല്ലാം വെള്ളം വേണം, ബാറ്റർ കൂടി പോകും. അതാ എന്റെ കുഴപ്പം. ഇതിനൊക്കെ നല്ല വെള്ളവും ഉണ്ട് വളവും ഉണ്ട്. ഇത് പക്ഷേ ഇതിന്റെ വള്ളി ഒന്നും വീശിയില്ലല്ലേ? വീശിയിട്ടില്ല. പക്ഷെ ഇത്തിരി വലുതാകുമ്പോഴേ വള്ളി വീശുണ്ട്. അതുകൊണ്ട് വള്ളി ഉണ്ട്, ഉണ്ട്, വള്ളിയായി വരുന്നുണ്ട്. ഇതും ആ ബിഗോണിയ തന്നെ. ബിഗോണിയ അല്ലല്ല, അഗ്ലോണിമ. ഇത് അഗ്ലോണിമയാ, അതിന്റെ തന്നെ. ഇത് ഒരു പാമാണ്. ഇതിനെന്തോ വേറെ പാം. പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ. അതിവിടെ ആയപ്പോ നല്ലതായിട്ട് നിറഞ്ഞുണ്ടാകുന്നുണ്ട്. കാരണം ഈ ചെറിയ വെയിലും വെളിച്ചവും കൂടെ ആയപ്പോഴത്തേന് ഡെയിലി വാട്ടറിങ് വേണ്ടെന്ന് ചിലർ പറയുന്നു. പക്ഷെ ഞാൻ ഡെയിലി വാട്ടറിങ് ഒത്തിരി കൊടുക്കത്തില്ല. അല്ലാതെ എന്റെ ബട്ടർഫ്ലൈ ഇങ്ങനെ കൂടി ഇരിക്കുന്നതല്ലേ. ഇത് നമ്മുടെ എപ്പീഷ്യ റെഡ്, ഗ്രീനും റെഡും. എനിക്ക് ഞാൻ പക്ഷെ എന്റെ തിരിച്ചിട്ട് അകത്ത് തന്നെ ഇരിക്കുന്നത്, ഇത്രയും ഇങ്ങനെ ആയിട്ടില്ല. ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോ ശേഷം മുറിച്ച് കൊടുക്കുമോ? ഇല്ല, ഇതിന്റെ തന്നെ ഈ പൂ വരണമെങ്കിൽ ഈ സംഭവം കളയണമെന്നാ പറയുന്നത്. പക്ഷെങ്കിൽ ഇതിങ്ങനെ ഹാങ് ചെയ്ത് വരുമ്പോ പൂ വരണമെങ്കിൽ ഇത് കളയണം. ഹാങ് ചെയ്യണമെങ്കിൽ ഇത് വേണം. പക്ഷെ ഇത് മാറ്റി നട്ടാ ഉണ്ടാവും. പിന്നെ അത് ഞാനിപ്പം ഈ സീസൺ ആയതുകൊണ്ട് ഇത്രയും ഇച്ചിരി കഴിയുമ്പോ വെയിൽ കൂടി കഴിഞ്ഞാൽ ഇത് പോവും. പിന്നെ ഈ ഒരു ഭാഗം കിഴക്കും ഈ ഒരു ഭാഗത്ത് നല്ല വെയിൽ അല്ല, നല്ല വെട്ടം, പക്ഷെ ചൂടില്ല. അതാ ഇവിടെ ഇങ്ങനെ ഇത് വളരാനുള്ള. ഇത് നാടൻ. ഇത് പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനൊരു ആ കളറിന്റെ, പക്ഷെ അതല്ല. പിന്നെ ഈ സ്റ്റാൻഡൊക്കെ എനിക്ക് 2 ലിറ്ററേ ഉള്ളായിരുന്നു. സ്റ്റാൻഡൊക്കെ ഞാൻ ഉണ്ടാക്കിച്ച ഗ്ലാസ് വെച്ചിട്ട് അവിടെ ഈ 2 കിലോന്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വെച്ചതാണ്. ഗ്ലാസ് വെച്ചിട്ട് ഒരാളെ ചോദിച്ചത്. അല്ലല്ല, ഇത് ഇവിടെ അല്ലെങ്കിൽ അത് പോകത്തില്ല. പിന്നെ ഒത്തിരി വെയിറ്റ് ഉള്ളതൊന്നും ഈ നോട്ടമല്ലേ എവിടെ ഇങ്ങനെ നിന്നോണ്ട് ഇനി എന്താ ചെയ്യേണ്ടി ഇങ്ങനെ ചിന്തിക്കും. അപ്പോഴാണ് എവിടൊക്കെ പീച്ച് കയറ്റം.
ഇത് നമ്മുടെ ക്രീപ്പിംഗ് ചാർലി മണ്ടയ്ക്കത്ത്. അതിനും വെള്ളം വേണ്ട. നീട്ടി ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കും. ഇത് നമ്മുടെ മണി പ്ലാന്റ്. ഇത് ഞാൻ ഓർക്കിഡിനെ ഞാൻ വിടാനായിട്ട് ചെയ്തതാ. അപ്പൊ ഓർക്കിഡ് ഇവിടെ. അപ്പൊ ഈ ഓർക്കിഡിനെ പൂവായിരുന്നപ്പോ ഇവിടെ ഇട്ടിട്ട് എല്ലാം ഡെൻഡ്രോമിയാണല്ലോ. എല്ലാം ഡെൻഡ്രോമിയ. ഒരെണ്ണമുണ്ട് ഇത് PG ആണോ തോന്നുന്നു. നമ്മുടെ ഡാൻസിന്റെ ഇനിയിപ്പോ സ്പൈക്ക് ആയി വരുന്നു. ഇത് ഞാൻ എടുക്കണം. അരേലിയയുടെ വെരിഗേറ്റഡ് നട്ടു വരുന്നത്. ഇത് അതിന്റെ പച്ച ഗ്രീന് ആ മഞ്ഞയില്ലേ, അപ്പൊ നമ്മുടെ നമ്പ്യാരോട്ടത്തിന്റെ എനിക്ക് മറക്കാൻ വേണ്ടി മുളയിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കണ്ട PVC പൈപ്പ്. അത് കാണുമ്പോ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുക. അന്നേരം ടീച്ചർമാര് പറയും. എവിടെ സ്കൂളില്? കൊടുപ്പുന്ന സ്കൂളില്. അപ്പൊ ഇങ്ങനെ പറയും. അവിടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്ത സ്കൂളിലെ ടീച്ചർമാരായിരുന്നു പറയുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി സെറ്റ് ചെയ്ത് തരണം. ഇവിടെ വരെ ഉണ്ടായിരുന്നു ഇങ്ങനെ താഴോട്ട് ചെടി കാണാൻ വേണ്ടി കട്ട് ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ ഇത് ഇതിന്റെ പൂ റോസ ആണല്ലേ. റോസ്. പിന്നെ നമ്മുടെ കത്തിക്കൽ ഗാർഡന്റെ സംഭവങ്ങളാണ്. ഫേണൊക്കെ ചേച്ചി വാങ്ങിച്ചതാണോ? ഫേൺ. ഇതൊരു ഫേണാണ്. ഇത് ഫേണ ഞാൻ മേടിച്ചത്. ഇതൊരു ഫേണാണ്. ഇതെനിക്ക് കാട് പോലെ നിൽക്കുന്ന ഇഷ്ടമാണ്. അപ്പൊ ഇതിങ്ങനെ കിടക്കുമ്പോ ഒത്തിരി പച്ചപ്പല്ലേ, പച്ചപ്പിനെ കൂടെ ഇഷ്ടപ്പെടും. ഇത് തന്നെയാ ഇത്. പച്ചപ്പ്. ഇത് നമ്മുടെ എന്ത് ചെയ്യണം അറിയാം? ഒടിച്ചൊടിച്ച് കൊടുക്കണമെങ്കിൽ ഇന്നലെ പിടിച്ചതാ. ഒടിച്ചൊടിച്ച് മാറ്റാമെങ്കിൽ ബുഷായിട്ട് നിന്നു. ഇങ്ങനെ ചട്ടി നിൽക്കുമ്പോ നല്ലതല്ലേ. ഇത് നമ്മുടെ ഈ വെർട്ടിക്കലി വരുന്ന അതിന്റെ വൈറ്റാന്ന് തോന്നുന്നു. വീട്ടിലുണ്ട്. അത് ഞാൻ ഇങ്ങനെ വെച്ചു. ഇവിടെ വെക്കണം. കണ്ണാടി ചെടി തന്നെ ഒരു മിനിയേച്ചർ ആണെന്ന് വേണേ പറയാം. അതെ അതെ അതെ. കാണുമ്പോ അങ്ങനെ തോന്നും. ഇത് വിഗോണിയായ അത് പിന്നെ സാധാരണ ഇച്ചിരി വേരുണ്ട് ഇവിടെ അടുത്തൊടിച്ച് വെച്ചാൽ വേറുള്ള ഭാഗം വേറുള്ള ഭാഗം നോക്കി ഇവിടെ നിന്നൊക്കെ എടുത്ത് ഇതിന്റെ അടിയിൽ നിന്ന് എടുത്ത് വെച്ചാൽ അങ്ങ് കിളിത്തോളും. ഇച്ചിരി ഉണ്ടാവും. ഇപ്പം ഈ വെയിൽ വരുമ്പോ അങ്ങ് അവിയും. ഇതിവിടെ ഇട്ടപ്പോഴാ വളരുന്നത്. ആണല്ലേ. ഇവിടെ ഇച്ചിരി പുതുതായിട്ട് ലാസ്റ്റ് വരുന്ന ഇല കാണാനാ ഭംഗി. കറക്റ്റ് ഒരു ബൾബ് പോലെ ഇത് ഇവിടെ ഇട്ടപ്പോഴാ വളരാൻ തുടങ്ങി. അവിടെ ഇട്ടപ്പം ഇല്ലായിരുന്നു. ഇതിനൊന്നും ഒത്തിരി വെയിൽ വേണ്ട, പക്ഷെ വെട്ടം വേണം, വെള്ളവും വേണം. പിന്നെ
പോത്തോസ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇത്ര പൊക്കത്തിൽ എങ്ങനെ ഒഴിക്കും ചേച്ചി വെള്ളം? അത് ഞാൻ ഓസ് വെച്ച് ഇങ്ങനെ പക്ഷെ ഇത് വീഴാതിരിക്കാൻ ഈ പാത്രം വെച്ച് എന്നിട്ട് കസേര ഇട്ടിട്ട് ഈ പാത്രത്തിൽ നിന്ന് ഊരി എടുത്തിട്ട് വെളിയിൽ കളയും. 1-2 ദിവസം ഇങ്ങോട്ട് വീഴത്തില്ല. മറ്റേത് ഞാൻ അപ്പറയല്ലേ ഗ്യാസ വീഴത്തില്ല. പിന്നെ പിന്നുള്ളത് ഇത് കണ്ടോ, കടലാന്തസ്, അതിന്റെ തന്നെ ഞാൻ പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ അഗ്ലോണിയം. ഇത് ഈ ഒരു ഗ്രാസാ, സ്പൈഡർ അല്ല, വേറെ റിബൺ ഗ്രാസ്. റിബൺ ഗ്രാസ് എന്ന് പറയും. ഇത് നമ്മുടെ അതിന് പറയുന്നേ എല്ലായിടത്തും ഉണ്ടല്ലോ, ചൈനീസ് ബാൾസത്തിന് വേറെ ടൈപ്പ്. ഇതിന് വെയില് വേണ്ട, പക്ഷെ അത് തന്നെ. പിന്നെ നമ്മുടെ റോസ് വാങ്ങി വെച്ചതാണ്, നിലത്ത് മണ്ണി വെച്ചതാ, പക്ഷെ അത് നന്നായിട്ട് എനിക്ക് കിട്ടി. ഇത് നമ്മുടെ റബ്ബർ പ്ലാന്റ്. അതും ചട്ടി വെച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ ഓർക്കുന്നു. ചട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവല് കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. ഇതങ്ങ് പൊങ്ങാൻ തുടങ്ങി. ഇനി ആ മേളിൽ വെച്ചെങ്ങനെ കട്ട് ചെയ്യണം, എല്ലാം ഒന്ന് കട്ട് ചെയ്യേണ്ടി. ഇതൊക്കെ മുസാണ്ടയുടെ റെഡ് അല്ലേ? അത് നമ്മുടെ മുസാണ്ട റെഡ്. ഇത് താമര. താമര അപ്പുറത്തായിരുന്നു, വലിയ പൂവായിരുന്നു. ഇപ്പം പക്ഷെ ഇത് തീരാറായി. പാത്രം തിങ്ങി മേളിലായി, അതിന്റെ അടിയിലത്തെ വേരില്ല. ഇതിലൂടെ കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് മാറ്റണം. റിപ്പോർട്ട് അതിന്റെ കിഴങ്ങെടുത്തിട്ട് റിപ്പോർട്ട് ചെയ്യാം. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ എന്ന് പറയത്തില്ല, അതൊക്കെ എന്റെ മോന്റെ ഫേവറേറ്റ്. എല്ലാവർക്കും ഇഷ്ടമാണ്, ചെടികൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ചെയ്യാൻ അറിയത്തില്ല. വെള്ളം ഒഴിക്കാനൊക്കെ സഹായിക്കുമായിരിക്കും അത് ചെയ്താൽ പോവും, അതുകൊണ്ട് ഞാൻ തൊടിയിക്കുകയല്ല. നമ്മുടെ അലോക്കേഷ്യയുടെ ഒരു എനിക്ക് അലോക്കേഷ്യ ഉണ്ട്, പക്ഷെ അത് ഇങ്ങനെയല്ല, നമ്മുടെ ചേമ്പ് പോലെ തന്നെ. ഇത് മിനിയേച്ചറാ, വലിയ ഇല വരത്തില്ല. അത് നിറഞ്ഞു വരുകയും ചെയ്യും. ചെടി ഇത് ഞാൻ രാവിലെ എടുത്തപ്പോ എനിക്കൊരു വെള്ളമൊക്കെ ഒഴിക്കാൻ ഒത്തിരി വെള്ളം വേണ്ടെന്നാ പറയുന്നു. കിഴങ്ങല്ലേ ഇതിന്റെ താഴത്ത്? ഞാൻ കണ്ടില്ല, മേടിച്ചതേ ഉള്ളൂ. വെറൈറ്റി 10 മണിയാ കേട്ടോ. ഇത് ഹാങ്ങിങ് 10 മണി. തൂക്കിയിട്ടേക്കുന്നു. പൂ ചെറുതാ, കുഞ്ഞി പൂവാ. ഇപ്പം വേണ്ട. ഇത് നമ്മുടെ വേണ്ടയില്ല. ഇത് ഞാനിങ്ങനെ നമ്മൾ കണ്ടുമുറിച്ച് വെച്ച് കളിപ്പിക്കുന്ന ഇത് മേടിച്ചതാണ്, പക്ഷെ ഇതേന്ന് ഞാൻ കുറെ തൈ ഉണ്ടാക്കി. ഇത് നമ്മുടെ എയർ ലെയറിങ്ങാ. ഇതുപോലുള്ള നോഡില്ലേ, ഈ നോഡിന് ഈ ഇലയൊക്കെ മാറ്റി വെച്ച്, ഈ നോഡ് കണ്ടില്ലേ, ഈ ഇല മാറ്റി വെച്ച് പ്ലാസ്റ്റിക് ചോറിനകത്ത് ചകിരിച്ചോറ് എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പാരീസ് മുട്ടായി ഇരിക്കുന്ന പോലെ പിരിച്ചു കെട്ടണം. എന്നിട്ട് ഇതിനകത്തോട്ട് അതിന്റെ മേൽവശം കീറിയിട്ട് ഈ തണ്ട് അതിനകത്തോട്ട് ഇറക്കി വെക്കണം, എന്നിട്ട് കെട്ടണം. ചെടിയെ തന്നെ നിൽക്കും, അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അതിന് എയർ ലെയറിംഗ് എന്നാ പറയുന്നത്. എയറില് ലെയർ ചെയ്ത് വേറുണ്ടാക്കി. പിന്നെ നമ്മുടെ ഇത് ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ് ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനും മഴയ്ക്കും പോയി. പിന്നെ എനിക്ക് കിട്ടിയതാ ഇപ്പം ഇതൊരു ഇത് മഞ്ഞയാ. അത് വേറെ ഒരു വയലറ്റും പിങ്കും കൂടെ ചേർന്ന് ഒരു വേറെ ഇതാണ്, നമ്മള് വേറൊരു കളറ്. നമ്മുടെ മരുഭൂമിയിലൊക്കെ വെള്ളമൊന്നും വേണ്ട, ഇങ്ങനെ വിരിഞ്ഞ് നിന്നോളൂ. കൊണ്ടുവന്നപ്പം കൊറേ ഇങ്ങനെയൊക്കെയായിരുന്നു. ഈ അടുത്തിടെ ഇതെല്ലാം കൂടെ വിരിഞ്ഞു, ഒരുപോലെ അങ്ങ് വിരിഞ്ഞു ഇല. അത് നല്ല വഴി കളറായിരുന്നു, പച്ച, ഒരു ലൈറ്റ് പച്ചയില വിരിഞ്ഞ് ഇച്ചിരി മൂത്ത്. എനിക്ക് അവിടെ അങ്ങനെ പൊക്കം വെക്കുന്നൊന്നും വെക്കാൻ പറ്റത്തില്ല, ലൈൻ കമ്പിയല്ലേ. അപ്പൊ അതാകുമ്പോ അതവിടെ ഇങ്ങനെ പൊങ്ങിട്ട് കിണറാ, ഞങ്ങളുടെ കിണറ്. ഇതിനകത്ത് വെള്ളം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എടുക്കണം കുറച്ചുകൂടെ. ഇത് കണ്ട ഈ വെള്ളം കിണറ്റ് വീഴായിരിക്കാണ് ഈ പാത്രം വെച്ചത്. അപ്പൊ വെള്ളം അതിനകത്തോട്ട് വീഴും. നമ്മളിങ്ങനെ എടുത്ത് അങ്ങ് കളയും. ഇങ്ങനെ കിണറ്റിലേട്ടൊന്നും പോകത്തില്ല. കിണറാണെന്ന് ആർക്കും അറിയത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മാണ്ടവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായത് വൈറ്റ് പൂക്കൾ. എനിക്ക് ഭയങ്കര വെള്ളയുടെ
എനിക്കറിയില്ല. ഞാൻ വാഗമണിൽ പോയപ്പം ഈ അവിടെ എല്ലാം ഇങ്ങനെ നിൽക്കുമല്ലോ, അവിടത്തെ കാലാവസ്ഥ അതിന്റെ ഒരു തൈ കൊണ്ടുവന്ന് പിടിപ്പിച്ചത് ഇതും അതും. പക്ഷെ ഈ ലാൻഡ്സ്കേപ്പിന് നല്ലതാണ്. ഇത് തന്നെയാണ് നമ്മൾ അതിന്റെ പ്രൊപ്പഗേഷന് വേണ്ടി തൈയാക്കുന്നത്. ഇവിടുന്ന് മുറിച്ച് വെച്ചാൽ മതി. അത്രയും വേറെ ഉണ്ട്. ഈ വേരുണ്ട്, ഇത് മുറിക്കാം. ഇത് ഇവിടുന്ന് മുറിച്ചു വെക്കാം, ഇവിടെ വേര് വന്നോളൂ. ഇത് പക്ഷെ ചെറുതാണ്. ഇതിനധികം വെള്ളം വേണ്ടെന്ന് പറയുന്നത് ഞാൻ. നല്ല ലീഫല്ലേ, നല്ല ഭംഗിയല്ലേ ലീഫിനും ഭംഗിയുണ്ട്. ഈ കിടപ്പ് കുത്തിക്കൊരു നിറഞ്ഞു കിടക്കും, ഹാങ് ചെയ്തേക്കുന്നു. ഇതിന് വെള്ളം ഞാൻ ഇന്നും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു വീഡിയോ കണ്ടെങ്കിൽ വെള്ളം വേണ്ടെന്ന്. പക്ഷെ വെള്ളം വേണം, ഇല്ലെങ്കിൽ അത് ഉണങ്ങും. പിന്നെ ഇത് കണ്ടോ, കൊന്ന പോലത്തെ. ഇത് കൊന്നയാണെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു മേടിച്ചതാണ്. കൊന്നയാണെന്ന് പറഞ്ഞ അവർ തന്നതാ. കൊണ്ട വെച്ച് കഴിഞ്ഞപ്പോ ഇത് എപ്പോഴും പൂവുണ്ടാവും. എപ്പോഴും പൂവുണ്ട്. കൊന്നയ്ക്കാവുന്ന ഫെബ്രുവരിയിലല്ലേ. ഇത് പക്ഷെ മഴ നിന്ന് കഴിഞ്ഞാൽ നല്ല പോലെ പോവാ, നിറയെ പോവാ. പിന്നെ ഇത് കളയാൻ നോക്കിയതാ. കളയാനായിട്ട് ഇവിടെ മതില് പണിതപ്പം വെട്ടിക്കളയാൻ നോക്കിയപ്പോ ഒരു ഇത് കണ്ടു, ഒരു കൊല ഇങ്ങനെ പൂത്ത് വരുന്നു. ആ പൂ കണ്ടപ്പോ പിന്നെ കളഞ്ഞു. ഇപ്പൊ അതൊരു ഹൈലൈറ്റ്, നല്ല ഭംഗിയല്ലേ. എന്നും പൂവുണ്ട്. അത് ഒരു ലില്ലിയാണ്. ഏപ്രിൽ ഫ്ലവർ. ഏപ്രിൽ ഫ്ലവറാണ്. പൂവുണ്ടാകാൻ തുടങ്ങിയോ? അത് ഉണ്ടായിരുന്നു, പോയതാ, കഴിഞ്ഞു. അതിന്റെ തന്നെ ഇത് മെലസ്റ്റോമ വൈറ്റ് അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. വൈറ്റ്. നമ്മുടെ ഇതിനും വേറെ ചാച്ചിക്കുട്ടിന്നാണ് ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് പെൻഷൻ ആകുന്നത് എരമല്ലിക്കര PHC. എരമല്ലിക്കര എന്ന് പറഞ്ഞാൽ ഇൻഡോർ പഞ്ചായത്ത്, അയ്യപ്പ എല്ലാ ആലപ്പുഴയില്ല. നമ്മുടെ പത്തനംതിട്ടയില് ആലപ്പുഴയുടെ ബോർഡർ പുറ്റൂര് കഴിഞ്ഞ് പ്രാവൻകൂടെന്ന് കേട്ടിട്ടില്ലേ? കല്ലിശ്ശേരി, ചെങ്ങന്നൂര്. ചെങ്ങന്നൂർ താലൂക്കാണ്. അവിടെ അയ്യപ്പ കോളേജില്ല, ശ്രീ അയ്യപ്പ, ആ കോളേജിന് അടുത്താ എരമല്ലിക്കര. അവിടെ ആയിരുന്നു ലാസ്റ്റ്. എല്ലായിടത്തും കഴിഞ്ഞ വർഷമോ 2019 പെൻഷനാണ്. അവിടെ ഞാൻ പെൻഷനാണത്. കയറിയത് മലപ്പുറം 95 സർവീസ് കയറി മലപ്പുറം 5 വർഷം. പിന്നെ തിരുവല്ലായി വന്ന് ചാത്തങ്കേരി അങ്ങനെയൊക്കെ. പിന്നെ കറിയച്ചാല്, നൂറനാട്, ഇങ്ങനെ കറങ്ങി എരമല്ലിക്കര, ആലപ്പുഴ ജില്ലയിലെ എരമല്ലിക്കര. മോള് ഫാമിലി കോഴ്സ് കഴിഞ്ഞു ജോലിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഫാമിലി ആയിരുന്നു, ഫാർമസി, ഡോക്ടർ ഫാർമസി കംപ്ലീറ്റ് ചെയ്തു. മോൻ ബിടെക് കഴിഞ്ഞു. ഒരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു, പുറത്തു പോകാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഹസ്ബൻഡ് KSRTC ഡ്രൈവറായിരുന്നു. പുള്ളിയും പെൻഷനായി. രണ്ടും പെൻഷനായി കഴിഞ്ഞപ്പോഴാണ് ഇവിടോട്ട് വരുന്നത്. ഈ നാട്ടിലോട്ട് തന്നെ വരുന്നത്. ഞാനിവിടെ നേരത്തെ തന്നെ ഇവിടെ ഇത്രയും ആക്കുന്നതിന് മുന്നേ ഇതുവഴി പാസ് ചെയ്യുമ്പോ ഞാൻ നോക്കുവായിരുന്നു. വീട് ഇങ്ങനെ പണിയാ തീരാതെ കിടക്കുമല്ലോ. വീട് എന്നാലും ഇത് റൂഫിങ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കിടക്കുകയായിരുന്നു. എന്നാലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. ചെടികളുണ്ട്, അന്നും ഉണ്ട് ചെടികൾ. ഞാൻ വന്ന നാള് മുതല് അത് ഞാൻ എങ്ങനെ ഇത് കൊണ്ടെന്നറിയാം. ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാൻ എരമല്ലിക്കര പെൻഷനായി വന്നു കഴിഞ്ഞ് ഒരാഴ്ചത്തിന് അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ PHCയുടെ കോമ്പൗണ്ടിൽ നീളത്തിൽ ഇങ്ങനെ ഇട്ടേക്കുന്നു, ഹാങ് ചെയ്ത്. അപ്പൊ ഞാൻ അവിടുത്തെ ഞങ്ങളുടെ സിസ്റ്ററിനോട് ചോദിച്ചു, എനിക്കിതെങ്ങനെയാന്ന് ചോദിച്ചും പറഞ്ഞു, അതിനെന്താ സിസ്റ്ററെ
അതിനെന്നാ എന്നെ അതിനെന്നാ സാറ് ഇതായാലും എന്റെ വള്ളി ഇച്ചിരി കൊണ്ട് വെച്ചാൽ മതി. അവിടുന്ന് എന്റെ ഓർമ്മയാണ്, എന്റെ VHSയുടെ ഓർമ്മയാണ്. പിന്നെ സ്വപ്നേഷ് ആരോ അവർക്ക് കൊടുത്തതാ. അങ്ങനെ ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം മോഡിഫൈ ചെയ്തിട്ട് ഇത് ഫ്ലവർ ചെടികളൊക്കെ പിടിപ്പിക്കുകയും പൂന്തോട്ടം ഒക്കെ ആ ടൈമിൽ ചെയ്തതായിരുന്നു. അങ്ങനെ കൊണ്ട് കിട്ടിയതാണ്. ലോക്ക്ഡൌൺ ആയപ്പോഴാണ് ഇതിനെ കുറിച്ച് ഈ 2019 കഴിഞ്ഞ് 20 ആയപ്പോഴത്തേക്കും ലോക്ക്ഡൌൺ ആയല്ലോ. അപ്പൊ പിന്നെ നമ്മുടെ പരിപാടി ഇതായി. പിന്നെ ചട്ടികൾ നേടിയിരുന്നു തുടങ്ങി. ആദ്യമൊക്കെ എല്ലാവർക്കും ഒരു കുറേ കാശ് കളയാനുള്ള ഒരു ഇതായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് ഇങ്ങനെ 2 ചട്ടി വെക്കാറുണ്ടല്ലോ, മനസ്സനുവദിക്കത്തില്ല. ഞാനവർക്ക് അതിലും കൂടെ ഇവിടെ വന്നപ്പോ ചേച്ചി എല്ലാ ചട്ടികളും ഇൻഡോർ പ്ലാന്റ് വെക്കാനായിട്ട് കിട്ടുന്ന ചട്ടിയാ ഇങ്ങനെയാ കിട്ടുന്നത് സെറ്റായിട്ട്. പക്ഷെ ഇൻഡോർ പ്ലാന്റ് ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇൻഡോർ പ്ലാന്റ് വെക്കുമ്പോൾ അത് കിഴിക്കാതെ അടി കിഴിക്കും. ഇതിന് ഞാൻ അടി കിഴിച്ചു കൊടുക്കും, വെള്ളം കെട്ടി നിൽക്കാതെ. പക്ഷെ ഒരു ഷോ അല്ലേ, ഈ സ്റ്റാൻഡ് എല്ലാം പണിയിച്ചിട്ട് ഞാൻ തന്നെ പെയിന്റ് അടിച്ചു. അങ്ങനെ ഇതൊക്കെ ഇത് മേടിച്ചതാ കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല. കുഞ്ഞി ഇലകള് പക്ഷെ തിക്കായിട്ട് ഇപ്പൊ വളർന്നു വന്നപ്പോ അങ്ങനെ തിക്കായിട്ട് എവിടെയും കണ്ടിട്ടില്ല. എനിക്കൊരാള് തന്നതാ 2-3 തണ്ട്. ഒരു കൊല്ലം മുമ്പ് ഒന്നുമില്ല, 1.5 കൊല്ലം മുമ്പ് കിട്ടിയത്. അതിനെ വളർത്തി ഇപ്പോഴാണ് അത് തൂക്കാൻ പോകുന്നത്. ഒരു നല്ല ചെടിയാണ്. എനിക്ക് പച്ച ഈ ഇളം ഈ ഉണ്ടല്ലോ, ഈ കളറും ആ ഡാർക്ക് ഗ്രീനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവിടെ ഫ്ലവറിങ് വെക്കാൻ വെയിലല്ലേ, വെയില് നല്ല വെയില. ഇനിയിപ്പം കൊണ്ട് വെയിലായാ പിന്നെ ഭയങ്കര വെയില. ഫ്ലവേറിയ 2 പൂക്കൾ എന്തായാലും പൂ വന്നിട്ടില്ല. അതെ, ചായ കുടിക്കാനും ഒക്കെ ഞാനും ആരെങ്കിലും മോനും ഒക്കെ ആയിട്ട് വർത്താനം പറഞ്ഞാൽ അത് നമുക്കൊരു പ്രൈവസിയാ. അപ്പൊ അവിടെ കൊണ്ടുവെക്കാൻ പറ്റില്ല. പിന്നെ ആ പുല്ലിന് വെളിച്ചം കിട്ടണം, നല്ല വെയിൽ കിട്ടിയാലേ പുല്ല് പച്ചിക്കത്തുള്ളൂ. അതൊരു പ്ലാന്റാ കണ്ടോ, അത് പച്ച. അതിന്റെ വേറൊന്നും എനിക്കറിയില്ല. അത് വെറൈറ്റി വെരിഗേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് പുറത്തിരിക്കും. അപ്പോ ഇതാണ് നമ്മുടെ ചാച്ചിക്കുട്ടി ചേച്ചിയുടെയും ഫാമിലിയുടെയും സ്വർഗം. റിട്ടയർമെന്റ് ജീവിതം ഇതിലും ഭംഗിയായി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് നമ്മളെ കാണിച്ചു തന്ന ചാച്ചിക്കുട്ടി ചേച്ചിക്കും ആ ലാളനയും സുരക്ഷിതത്വവും ഒക്കെ ഏറ്റുവാങ്ങുന്ന നമ്മുടെ ചെടികൾക്കും ചേച്ചിയുടെ ഫാമിലിക്കും സന്തോഷപൂർവമായ വരുംകാല ജീവിതം ഒത്തിരി സന്തോഷത്തോടെ ആശംസിക്കുന്നു. പൂക്കളുടെയും ചെടികളുടെയും ഒക്കെ വലിയ കളക്ഷനുമായി മറ്റൊരു അവസരത്തിൽ വരാം.
ഇതുപോലെ കളക്ഷൻ ഉള്ളവർ നമ്മുടെ ചാനലിലെ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ വീഡിയോ കവർ ചെയ്യാനായി നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു അവസരത്തിൽ പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.